So now we are going to do the final part or the concluding part of this Lenten retreat session, especially the Holy Confession. അതിനു മുമ്പ് രണ്ടു വരികളുടെ പാട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോവുകയാണ്. ഈ പാട്ട് ഇതാണ്: കരുണ തോന്നണേ എന്നിൽ അലിവ് തോന്നണേ, പാപിയാണ് ഞാൻ നാഥ, പാപിയാണ് ഞാൻ. ഇതിനൊരു വൺ വേർഡിൽ പറയാം. ആരത് പറഞ്ഞു? കുരിയലായിസോ. That means have God mercy upon me. എന്നോട് കരുണ തോന്നണേ. ഇതാരാ ആദ്യമായിട്ട് വേദോത്സവത്തിൽ പറഞ്ഞതെന്ന് പറയാം? കരുണ തോന്നണേ. കുരുടന്റെ പ്രാർത്ഥനയായിരുന്നു, ഹാവ് ഗോഡ് mercy upon me. നമ്മളും ഈ നോമ്പ് കാലത്ത് ദൈവസന്നിധിയിൽ കുറെ കാര്യങ്ങൾ നമ്മൾ കേട്ടു. ചിന്തിപ്പിക്കുന്നതുണ്ടായിരിക്കാം, ചിരിപ്പിക്കുന്നതുണ്ടായിരുന്നു. ചില കാര്യങ്ങളും എക്സാമ്പിൾസും ഒക്കെ പറഞ്ഞപ്പോൾ നമുക്ക് പലരുടെയും മുഖം ഓർമ്മ വന്നു, വീട്ടിലെ പല സിറ്റുവേഷൻസ് ഓർമ്മ വന്നു, പള്ളിയിലെ ചില സാഹചര്യങ്ങൾ ഓർമ്മ വന്നു, സോഷ്യൽ മീഡിയയിലെ ചില കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു. എല്ലാം കൂടെ ചേർന്ന് ഒരു പെരിഫറൽ നോളജ് അല്ലെങ്കിൽ ഒരു തോട്ട് പ്രോസസ്സിലേക്ക് നമ്മളെ കൊണ്ടുപോയി. ഒരു സ്റ്റീം ബാത്ത് പോലെ നമ്മൾ വന്നു. ഇപ്പം നമ്മൾ അല്പം കൂടി ഹംബിൾ ആകാൻ പോവുകയാണ്. എനിക്ക് തോന്നിയ പാട്ടെന്തായിരുന്നു? കരുണ തോന്നണേ എന്നൊക്കെ പറഞ്ഞേ, എന്നിൽ അലിവ് തോന്നണേ, പാപിയാണ് ഞാൻ നാഥ, പാപിയാണ് ഞാൻ. നമുക്ക് പഠിക്കാൻ പഠിച്ചിട്ട് അത് ഏത് പാറ്റേണിൽ പാടണമെന്ന് ഞാൻ പറയും, അതനുസരിച്ച് നിങ്ങൾ പാടിയും വേണം. കരുണ തോന്നണേ എന്നിൽ അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. പാടിത്തരുന്നത് പോലെ പാടണം. കരുണ തോന്നണേ, പഠിക്കേ, എന്നിൽ അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ എന്നിൽ അലിവു തോന്നണേ, പഠിക്കേ, കരുണ തോന്നണേ എന്നിൽ അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. എല്ലാവരോടും ഒരുമിച്ച് പാടാം. കരുണ തോന്നണേ എന്നിൽ അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. ശബ്ദം എത്രമാത്രം എടുക്കാമോ അത്രേ ശബ്ദം ഉയർത്തി ഒന്നാം പ്രാവശ്യം പാടും. രണ്ടാം പ്രാവശ്യം പാടുമ്പോൾ ശബ്ദം അതിന്റെ പകുതി ഡെസിബലിലേക്ക് കുറയ്ക്കുക. ആൻഡ് തേർഡ് ടൈം നിങ്ങൾ മാത്രമേ കേൾക്കാവൂ, തൊട്ടടുത്തിരിക്കുന്ന ആൾ കേൾക്കുക. പാടി നോക്കാം. കണ്ണം നിറയ്ക്കാം. അടിച്ചിട്ട് നമ്മൾ പാടുകയാണ്. കർത്താവിനോട് കരുണയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ട് നമ്മൾ ദൈവസന്നിധിയിലാണെന്നുള്ള പരിപൂർണമായ ബോധ്യത്തിൽ നമ്മൾ പാടാൻ പോയി. ഉറക്കെ പാടണം. കരുണ തോന്നണേ എന്നിൽ അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. ശബ്ദം കുറയ്ക്കാം. കരുണ തോന്നണേ എന്നിൽ അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. ശബ്ദം മൊത്തം കുറയട്ടെ. കരുണ
ഒറ്റയ്ക്കായിട്ടോ ഒറ്റയ്ക്കിരിക്കുമ്പോൾ കണ്ണൊന്നടച്ച് ഇപ്രകാരം ഒന്ന് പാടാൻ പറ്റുന്നെങ്കിൽ നമ്മുടെ ശരീരം അതിൻ്റെ ഭാഷ കൃത്യമായിട്ട് നമ്മളെ അറിയിക്കും. ത്രൂ ദ ടീയേഴ്സ്. ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ പാടുന്നതെങ്കിൽ നിശ്ചയമായും കണ്ണ് നിറഞ്ഞ് ഒഴുകും. കുരുടൻ കർത്താവിനെ കണ്ടതുപോലെ നമുക്കും കർത്താവിനെ മുഖാമുഖം കാണുവാനുള്ള ഒരു വലിയ അവസരമാണ്. So again, we are coming to the importance of confession, holy confession. അതിനെ നമ്മളൊരു സാക്രമെന്റ് ആയിട്ടാണ് എപ്പോഴും കാണുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് എ റെപ്പറ്റേറ്റീവ് കൈൻഡ് ഓഫ് സാക്രമെന്റ്. ആവർത്തിച്ച് ചെയ്യാൻ പറ്റുന്ന കൂദാശകളുണ്ട്, ആവർത്തിക്കാൻ പാടില്ലാത്ത കൂദാശകളുണ്ട്. ഒപ്പം so what is the difference between a simple prayer and a holy sacrament? നമ്മൾ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. കൂദാശ എന്ന് പറഞ്ഞാൽ അല്പം കൂടി നമ്മൾ ഗൗരവമായിട്ട് കാണാറുണ്ട്. 7 കൂദാശകൾ ഉണ്ടെന്നൊക്കെ പഠിപ്പിച്ചു. അല്പം മുമ്പേ ക്വസ്റ്റ്യനകത്ത് അത് ഉണ്ടായിരുന്നത് നിങ്ങൾ ഉത്തരവും പറഞ്ഞു. എന്തായാലും തമ്മിലുള്ള വ്യത്യാസം? Prayer is defined as a simple communication between the creator and the creature. ശരിയാണ്. സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള അനുഗ്രഹീതമായ ആശയവിനിമയത്തിന്റെ നിമിഷമാണ് പ്രാർത്ഥന. പ്രാകാരേണയുള്ള പ്രാർത്ഥന, അല്ലെങ്കിൽ സമൃദ്ധമായ കൃപയ്ക്ക് വേണ്ടി ദൈവത്തോടുള്ള നമ്മുടെ സംഭാഷണം, ലഭിക്കപ്പെട്ട അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ദൈവം തമ്പുരാനോട് നമ്മുടെ നന്ദി പ്രകാശനം, ഇതൊക്കെയാണ് പ്രാർത്ഥനയെങ്കിൽ അത് പരസ്യമായ പ്രാർത്ഥനയുണ്ട്, കുടുംബ പ്രാർത്ഥനയുണ്ട്, രഹസ്യ പ്രാർത്ഥനയുണ്ട്, നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയുണ്ട്. ഇങ്ങനെയൊക്കെ നമുക്ക് അതിനെ കമ്പാർട്ട്മെന്റലൈസ് ചെയ്യാം. Then what about the holy confession or the holy sacrament? ഇത് തമ്മിൽ എന്താ വ്യത്യാസം? It's a combination of prayer as well as അതിന് കൂടെ എന്തൊക്കെ കാണും? വേറൊരാളും കൂടെ ഇൻവോൾവ് ആയിരിക്കും. എൻ്റെ പറഞ്ഞത് ശരിയായിരിക്കാം, ആണ്. മറ്റെന്തെങ്കിലും? It's a combination of repentance. It's a combination of rituals and liturgical combinations. ഒരു വിവാഹ കൂദാശ എന്ന് വിളിക്കുമ്പോൾ there are certain rituals are performing. While we are conducting a holy baptism, there are prayers as well as certain rituals that is connected with that particular moment. ശരിയല്ലേ? ഇതെല്ലാം കൂടെ ചേരുമ്പോൾ we need a preparation. പ്രാർത്ഥന നമുക്ക് ഏത് സമയത്തും ചെയ്യാം. ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാം, കുക്ക് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ മെഴുക്ക് വരട്ടി ഇളക്കിക്കൊണ്ടിരിക്കും, ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ പ്രാർത്ഥിക്കാം, ഇവിടെ നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ പ്രാർത്ഥിക്കാം. അതിന് പ്രിപ്പറേഷൻ വേണമെന്ന് ചോദിച്ചാൽ we need a preparation. But for holy sacrament we need a kind of outline as a preparation. അത് ഏറ്റവും കൂടുതൽ നമുക്ക് അനുഗ്രഹപ്രദമാകുന്നത് the crown of all the sacraments എന്ന് വിളിക്കുന്ന ഒരു സാക്രമെന്റ് അതായിരിക്കും. എല്ലാ കൂദാശയും പരിപൂർണമാകണമെങ്കിൽ we need the queen of all the sacraments. What is that? The holy കുർബാന. പണ്ടൊക്കെ വിശുദ്ധ മാമോദിസ നടക്കണമെങ്കിൽ രാവിലെ അല്ലെങ്കിൽ കുർബാനയോട് ചേർന്ന്, അത് നമസ്കാരത്തിന്റെ ഇടയ്ക്ക് നടത്താം, നമസ്കാരത്തിന് മുമ്പ് നടത്താം, അല്ലെങ്കിൽ കുർബാന കഴിഞ്ഞ് നടത്താം. ഇപ്പൊ നമ്മൾ മാമോദിസ ക്രമീകരിക്കുന്നത് എപ്പോഴാണ്? ഒരു കൺവീനിയന്റ് തിയറിയിലേക്ക് നമ്മൾ അത് മാറി. വിവാഹ കൂദാശ നടക്കണമെങ്കിൽ ഇരിക്കുന്ന മുതിർന്നവരോടൊക്കെ ചോദിച്ചാൽ അവരുടെ വിവാഹ കൂദാശ നടന്നത് only after holy കുർബാന. സംസ്കാര ശുശ്രൂഷ നടത്തുമ്പോൾ പോലും കുർബാന ഉണ്ടായിരുന്നു. 40 ദിവസം ചൊല്ലുന്ന സന്ദർഭം നമ്മുടെ സഭയിൽ നിന്നും പരമ്പരാഗതമായി നിലനിൽക്കുന്നു. എല്ലാ ശുശ്രൂഷകൾക്കും അതിന്റെ പരിപൂർണതയിൽ എത്തിക്കുന്നത് only because of the holy കുർബാന, because of the receiving of holy communion. എന്നാൽ അതിലേക്ക് നമ്മളെ നടത്തണമെങ്കിൽ നമുക്ക് ചില ക്രൈറ്റീരിയകൾ കടന്നു പോകും. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു സർജറിക്ക് തയ്യാറാകുവാണെങ്കിൽ പിന്നീട് പ്രിപ്പറേഷൻ ആണോ? എൻഡോസ്കോപ്പിക്ക് പോവാണെങ്കിൽ നിങ്ങളോട് എന്തോ പറയും? KFC കഴിച്ചിട്ട് വരണം. KFC എന്നുള്ള വാക്ക് കേട്ടപ്പം പലപ്പോഴും എനിക്ക് തോന്നിയത് കൊള്ളാമല്ലോ, നോമ്പിൽ നല്ലൊരു വാക്കാണ്. ഒരിക്കൽ ദുഃഖവെള്ളിയാഴ്ചക്ക് ഞാൻ കുവൈറ്റിൽ പോയ സമയത്ത് 2-3 കുട്ടികളെ എന്നോട് ഒന്ന് ചോദിച്ചത്. കാരണം അവിടെ കുവൈറ്റില് KFC വർക്ക് ചെയ്യുന്ന നമ്മുടെ പള്ളിയിലെ കുറച്ച് മനുഷ്യരുണ്ട്. അപ്പൊ അവർക്ക് 50% ഡിസ്കൗണ്ടിൽ KFC കിട്ടും. അപ്പൊ ആ പള്ളിയിലെ മിക്കവാറും എല്ലാ പരിപാടികൾക്കും KFC ഉണ്ട്. അപ്പൊ അവർ പയ്യൻ വന്ന് ചോദിച്ച ചോദ്യം, ദുഃഖവെള്ളിയാഴ്ചയും കൂടെ
KFC ആക്കിക്കോട്ടെ. നമ്മൾ ഉടനെ ചിരിക്കുക, നമുക്ക് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷെ ആ കൊച്ചുകൾ പറഞ്ഞപ്പോൾ നമുക്ക് ചിരി വന്നു. നമുക്കും സാമച്ചൻ പറയാം, ഈ വർഷം നമുക്ക് അങ്ങനെ ആക്കാമെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, അച്ഛൻ പറഞ്ഞില്ലേ, പിന്നെ നമുക്ക് തന്നെ ആയാൽ എന്ന് നമ്മൾ ഉടനെ മാറ്റി പറയാനുള്ള ഒരു സന്നദ്ധത അല്ലെങ്കിൽ ഒരു വലിയ ഒരു പ്രഷർ നമുക്കുണ്ടാകും. നമ്മുടെ വിഷയം എന്തായിരുന്നു? അതുപോലെ KFC എന്ന് പറഞ്ഞപ്പോ sacrament preparation. So we are talking something about the preparation. ഒരു എൻഡോസ്കോപ്പിക്ക് നിങ്ങൾക്ക് വിധേയരാകണമെങ്കിൽ we need a preparation. For a surgery we need a preparation. ശരിയാണോ? നിങ്ങൾ ഇവിടുന്ന് ട്രാവൽ ചെയ്ത ഒരു സ്ഥലത്തോട്ട് പോകണമെങ്കിലോ എന്തോ പ്രിപ്പറേഷൻ ആണെന്നറിയോ? എന്തൊക്കെ പ്രിപ്പറേഷൻ. രാത്രിയിൽ ഇടാനുള്ള ഡ്രസ്സ്, പുറത്തോട്ട് ഇറങ്ങുമ്പോഴുള്ള ഡ്രസ്സ്, ഇനി ബീച്ചിൽ പോകുന്നെങ്കിൽ അതിനുള്ള ഡ്രസ്സ്, പിന്നെ ഇടയ്ക്ക് നടക്കുമ്പോൾ ഉണ്ടെങ്കിൽ അതിന് വേറെ ഡ്രസ്സ്, പിന്നെ മാച്ചിങ് ആയിട്ടുള്ള വേറെ ഡ്രസ്സ്, എന്തൊക്കെ. പണ്ടൊക്കെ എനിക്കൊന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റുമായിരുന്നു. ഡ്രസ് കോഡൊക്കെ 1-2 ടേം മതിയായിരുന്നു. ഇപ്പൊ ഒത്തിരി വൊക്കാബുലറി ഉണ്ടെങ്കിൽ നമ്മുടെ ഡ്രസ് കോഡിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ശരിയാണോ? We need a preparation for everything. At the same time, we have to think about the demands of the spirit. നമ്മുടെ ആധ്യാത്മിക കാര്യങ്ങൾക്കും ചില ഡിമാൻഡ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, we have the demands of the body. അത് നമ്മളെ അറിയിക്കുന്ന സമയമാണ് ഹങ്കർ. ശരിയല്ലേ? വിശക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വയറിന്റെ അവിടെ കുരിശ് വരയ്ക്കും. കർത്താവേ, ഇന്ന് നോമ്പാണ്, അതാണോ ചെയ്യുന്നത്? അതോ വായിലൊരു കുരിശ് വരയ്ക്കും? ഇത് രണ്ടുമല്ല ചെയ്യുന്നത്. We need to have something. ശരിയാണോ? ആണോ? ഇല്ല. നമുക്ക് തന്നെ നമ്മൾ ഇട്ട വസ്ത്രം മുഷിഞ്ഞു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അത് മാറി പുതിയൊരു ഡ്രസ്സ് ഇടും. അത് നമ്മൾ അഴുക്കായതാണോ ഇടാൻ ഉദ്ദേശിക്കുന്നത്, അത് പുതിയതിടാൻ ശ്രമിക്കും. എപ്പോഴും നമ്മൾ പുതിയതിടാൻ ശ്രമിക്കും. കാരണം നമ്മളെ തന്നെ കീപ്പ് ചെയ്യുകയാണ് ഫ്രഷ് ആയിട്ട്. മൈൻഡിന് ചില ഡിമാൻഡ്സ് ഉണ്ട്. എക്സാമ്പിൾ പറയാം, ഡിമാൻഡ്സ് ഓഫ് ദ മൈൻഡ്. ചിലപ്പോൾ പറയത്തില്ല, വർഷങ്ങളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതാണ് എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണണം, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോകണം, അല്ലെങ്കിൽ ഈ ഒരു ഭക്ഷണം കഴിക്കണം. മൈൻഡിന്റെ ഒരു ആഗ്രഹം. അത് സാറ്റിസ്ഫൈ ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെ എൻ്റെ ആ ആഗ്രഹവും സാധിച്ചു. ശരിയല്ലേ? മെക്സിക്കോയിൽ പോയപ്പോൾ കുറച്ചു പേര് പറഞ്ഞു, ഞങ്ങൾ കഴിഞ്ഞ മാസം മെക്സിക്കോയിൽ പോയായിരുന്നു. വളരെ വർഷങ്ങളായിട്ട് ഞങ്ങൾ കാത്തിരുന്നിട്ട് ഇപ്പൊ ഞങ്ങൾ മെക്സിക്കോയിൽ ഗോഡലൂപ്പെ മാതാവിന്റെ പള്ളിയിൽ പോയി സാധിച്ചു. അത് പോയി കണ്ടു. So it gives a mental pleasure and mental satisfaction. Likewise, we have some kind of need, the demands of the spirit. ഇതിലേക്ക് നമ്മളെ നയിക്കുന്നതാണ് നമ്മുടെ ഈ കൺഫെഷൻ. Are you concerned about fulfilling the demands of your spirit? Are you concerned? ഞാൻ തലയാട്ടാം. നിങ്ങൾ എന്നോട് ചോദിക്കും, are you concerned actually? Yes. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാനില്ല. You have to ask the question to yourself. Am I concerned? അപ്പൊ അതിലേക്ക് നമ്മൾ വളരുമ്പോഴാണ് ഈ നോമ്പൊക്കെ വരുമ്പോൾ നമുക്ക് സന്തോഷത്തോടെ ആകാൻ പറ്റുന്നത്. നോമ്പിലെ പ്രാർത്ഥനകളൊക്കെ ശ്രദ്ധിച്ചാൽ ഈ നോമ്പിൽ ഒരു മനുഷ്യന്റെ മുഖം എങ്ങനെ ഇരിക്കണമെന്നാണ് പറയുന്നത്. ഇഷ്ടംപോലെ പ്രാവശ്യം ഇവിടെ പ്രമേയം വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. പിതാക്കന്മാരെല്ലാം എഴുതിയിരിക്കുന്നത് നോമ്പിന്റെ സമയം നമ്മുടെ മുഖം വാടരുത്, പ്രസന്നമായിരിക്കണം, അല്ലെങ്കിൽ പ്രകാശമാനമായിരിക്കണം. പക്ഷെ നമ്മൾ പേത്രത്താടെന്ന് എന്ത് വരുന്നു? ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോൾ എന്ത് ചിന്തിച്ചുകൊണ്ടിരുന്നേ? പിറ്റേ ദിവസം പ്രകാശമാനമാകാനായിരുന്നു, പ്രസാദമാകാനാണോ, സന്തുഷ്ടരാകാനാണോ? ദൈവമേ, ഇനി ഒരു 50 ദിവസം കഴിഞ്ഞ് ഇതൊക്കെ ഒന്ന് കാണാൻ കിട്ടുന്നുള്ളൂ. നമ്മുടെയൊക്കെ നാട്ടിൽ വല്യമ്മച്ചിമാരും വല്യപ്പച്ചന്മാരും പരിശുദ്ധ പിതാക്കന്മാരുടെ കൽപ്പന ഇല്ലാതെ തന്നെ വീട്ടിലൊരു കൽപ്പന പാസ്സാക്കുമായിരുന്നു. എന്താണെന്നറിയോ? മീൻകറി വെച്ചുകൊണ്ടിരിക്കുന്ന ചട്ടി നന്നായിട്ട് കഴുകി ഉണക്കി കിണറ്റിന്റെ കരയെ വെച്ച് ഉണക്കും. അപ്പൊ എന്തോ മനസ്സിലായി? കഴിഞ്ഞു, ഇന്നത്തെ പരിപാടി കഴിഞ്ഞു, നോമ്പ് ആരംഭിച്ചു. പക്ഷെ ഇവിടെ സാമച്ചൻ എത്ര പ്രാവശ്യം പറഞ്ഞു നോമ്പാണ്. അപ്പൊ നിങ്ങൾ പോകുന്ന വഴിക്ക് സാമച്ചൻ ഒരു മീൻകറി കഴിക്കുന്നൊന്ന് കണ്ടാലോ? ഞാൻ പറഞ്ഞു വെച്ച ക്ഷമിക്കണം, കണ്ടാൽ നിങ്ങളുടെ നോമ്പ് വർദ്ധിക്കുവോ? നോമ്പ് അവിടെ ഇട്ട് നിങ്ങൾ ഉടയ്ക്കുവോ? നമ്മുടെ അച്ഛനില്ല, പിന്നെന്തിനാ? അപ്പൊ നമ്മൾ ഉടനെ റിലേറ്റ് ചെയ്തത് അച്ഛനെയാണ്. എന്നാൽ അച്ഛൻ കൂടെ കുരിശു വരയ്ക്കുന്നത് കണ്ട് അത് കണ്ട് നമുക്ക് വീണ്ടും കുരിശു വരയ്ക്കണമെന്ന് തോന്നുന്നു. അത് അച്ഛന്റെ ജോലിയാ, കുരിശു വരച്ചോട്ടെ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം വന്നാൽ
ഉടനെ നമ്മളൊരു നെഗറ്റീവ് കമന്റ് പാസ്സാക്കും. നമുക്ക് അനുകരിക്കാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ അത് മറ്റൊരാളെ ഏൽപ്പിക്കും. അതുകൊണ്ടാണ് ചില വീട്ടിലൊക്കെ ഈ നോമ്പുകാലം വരുമ്പം അമ്മ ആ വീട്ടിലെ മുഴുവൻ പേരുടെയും നോമ്പ് അങ്ങ് ഏറ്റെടുക്കും. ചില അമ്മമാർ ഇവിടെ കാണുമായിരിക്കാം. അപ്പനും വേണ്ട, പിള്ളേർക്കും വേണ്ട, അവർക്ക് ജോലിയുണ്ട്, അവർക്ക് കുറെ കാര്യങ്ങളുണ്ട്. ചില വീട്ടില് അപ്പന്മാര് തന്നെ ഏറ്റെടുക്കും. ചില വീട്ടില് പിള്ളേരെ മാത്രം നോമ്പ് നോക്കിക്കും. ചില വീട്ടില് അപ്പനും അമ്മയും നോക്കും, പിള്ളേർക്ക് പ്രോട്ടീൻ കുറയേണ്ട, അതുകൊണ്ട് അവർക്ക് എല്ലാ ഫുഡും കൊടുത്തു കൊണ്ടുപോകും. ഇനിയൊരു കാറ്റഗറി ഉണ്ട്, നമ്മുടെ വീട്ടിലോട്ട് ഗസ്റ്റ് നോമ്പ് കാലത്ത് വന്നാൽ അവർക്ക് വേണ്ടി നമ്മൾ ഏത് രീതിയിലും വേഷം കെട്ടി അവരോടൊപ്പം താതാത്മ്യപ്പെട്ട് നമ്മുടെ നോമ്പ് കാലത്തെ നഷ്ടപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട്. ഞാൻ ഒത്തിരി പറഞ്ഞ് മുമ്പോട്ട് പോകുന്നില്ല. ഇവിടെ വിശുദ്ധ കുർബാനക്രമം നിങ്ങൾക്കുണ്ട്. അതിനകത്ത് പേജ് നമ്പർ 380. ഇപ്പൊ എടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ഫെമിലറൈസ് ചെയ്യാൻ വേണ്ടിയാ. ഇങ്ങനൊരു പേജ് കണ്ടിട്ടുണ്ടോ? നിങ്ങളെ ചലഞ്ച് ചെയ്യാനല്ല, പേജ് എന്താ അവിടെ എഴുതിയേക്കുന്നത്? വിശുദ്ധ കുംഭസാര ക്രമം അല്ലെങ്കിൽ ഹോളി കൺഫെഷൻ. അതിനകത്ത് ഗൈഡ് ലൈൻസ് ഫോർ ഹോളി കൺഫെഷൻ, preparatory Bible readings for Holy Confession, examination of conscience using the 10 commandments, and the prayer before confession, prayer of repentance before the priest, list of possible sins, and supplication. ഇത്രയും കാര്യങ്ങൾ both in Malayalam and English language we can see. ഇത് കണ്ടിട്ടുണ്ടോ? ഇതൊന്ന് വായിച്ചിട്ട് വന്നാൽ കുമ്പസാരിക്കാൻ പറ്റാത്ത തീരുമാനം എടുത്തു വന്നവനും കുമ്പസാരിക്കും. കുമ്പസാരിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ കണ്ണ് നിശ്ചയമായും ചില റിഫ്ലക്ഷൻസ് ഉണ്ടാക്കണം. അങ്ങനെ ഉണ്ടാക്കുന്ന ഒരാൾക്ക് ദൈവത്തിന്റെ കരുണ നിശ്ചയമായും ലഭിക്കുമെന്ന് പരിപൂർണമായിട്ട് വിശ്വസിക്കണം. അതാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. വേദപുസ്തകത്തിൽ ഇഷ്ടംപോലെ വാക്യങ്ങളുണ്ട്. സംതിങ് കണക്റ്റഡ് വിത്ത് കൺഫെഷൻ. അതിൽ ഒരു വാക്യം പരിചയപ്പെടുത്താം. The first epistle of St. John chapter 1 verse 9. ഇവിടെ പറയുന്നത്, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഫസ്റ്റ് എപ്പിസിൽ ഓഫ് സെന്റ് ജോൺ, യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 9-ാം വാക്യം. ഇപ്പൊ വായിക്കാനല്ല, വീട്ടിൽ പോയി ഒന്നുകൂടെ അത് വായിക്കണം. അതിന്റെ കോണ്ടെക്സ്റ്റ് എന്താണ്? നമ്മൾ പാപം ഏറ്റുപറയാൻ ശ്രമിച്ചാൽ, നമ്മൾ കഴുകാൻ തയ്യാറായാൽ, ദൈവത്തിന്റെ മുമ്പിലേക്ക് നമ്മളൊന്ന് ഇരുന്നു കൊടുത്താൽ, ദൈവം തമ്പുരാൻ അനുഗ്രഹങ്ങളുടെ സമൃദ്ധിയിൽ നമ്മളെ നന്മ കൊണ്ട് നിറയ്ക്കും. ഇനിയും വാക്യങ്ങളുണ്ട്, ആ ഭാഗത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഇത് എന്തിനു വേണ്ടിയാണ്, അല്ലെങ്കിൽ ഇത് മുഖാന്തരം നമുക്ക് എന്ത് ലഭിക്കും? വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഡൂയിങ് ദ ഹോളി കൺഫെഷൻ ആസ് ദ പാർട്ട് ഓഫ് ദ ഹോളി ലെൻഡ്? ഒന്ന്, ഇറ്റ് മേക്സ് ദ കപ്പാസിറ്റി ഓഫ് ഫോർഗിവ്നെസ്. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ക്ഷമിക്കാനും പൊറുക്കാനും ഒക്കെ പറ്റും. ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, ഭാര്യ ഭർത്താക്കന്മാരുടെ സംഭാഷണത്തിൽ സ്ത്രീകളെ കുറിച്ച് ഇത് പൊതുവെ പറയുന്നത്, അങ്ങനെയാണ് ഒരു അനാലിസിസ് എനിക്കില്ല. ഇങ്ങനെ പറയാറുണ്ട്, ഞാനിത് ചത്താലും മറക്കില്ല. ആന്റിക്കിൽ കേട്ടിട്ടുണ്ട്, ബാക്കിയാരും കേട്ടിട്ടുണ്ട്. ചത്താലും അങ്ങനെ പറയാനുള്ള കാരണം എന്താ? നമ്മളൊരു പർട്ടിക്കുലർ കോർണറിൽ ആ ഹേറ്റ്രഡ് ഫീലിങ്ങിനെ ഒരു ഭിത്തി കെട്ടി, വേലി കെട്ടി കൃത്യമായിട്ട് വെച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ് ഞാൻ ചത്താലും ഞാൻ മറക്കത്തില്ല എന്ന് പറയാനുള്ള കാര്യം. അതുകൊണ്ട് forgiveness എന്ന് പറഞ്ഞാൽ it makes transparency for your mind as well as heart. ഹൃദയത്തിന്റെ ഭാരം കുറയ്ക്കാൻ കിട്ടുന്ന ഏറ്റവും നല്ല സന്ദർഭമാണ് ഒന്ന് പൊറുക്കാൻ പറ്റുക. ഈ ശുഭകോന ശുശ്രൂഷ ഇവിടെ നടത്തിയപ്പോൾ നിങ്ങൾ കൈവസൂരി കൊടുത്തായിരുന്നോ? എങ്ങനെ കൊടുത്തില്ല. അപ്പൊ ഞാൻ ഇന്നൊരു അവസരം തരാം. സന്ധ്യാവനം കഴിയുമ്പോഴെങ്കിലും തമ്മിൽ ഈ പരസ്പരം ഇങ്ങനെ ഒരു ടച്ചിങ് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഹീലിംഗ് എഫക്ട്. ഹാർട്ട് ടു ഹാർട്ട് ബ്രിഡ്ജ് ഉണ്ടാകുമ്പോൾ മാത്രമേ ഒരാളോട് മിണ്ടാൻ പറ്റൂ. ഇനി ഒരു അമേരിക്കൻ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞാൽ, സാധാരണ മനുഷ്യർ തമ്മിൽ അവരുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണ്? അമേരിക്കൻ കോണ്ടെക്സ്റ്റ് ഷെയ്ക്ക് മാത്രമല്ല, അത് ഒഫീഷ്യൽ നേച്ചറാണ്. ഹഗ് ചെയ്യും. നമ്മൾ എല്ലാവരെയും കണ്ടിട്ട് ഹഗ് ചെയ്തു. അതെന്താ ചിലരോട് കാണുമ്പോൾ ഹഗ്ഗല്ല, ഹഗ് ചെയ്യുന്നതിന് വരെ മഗ് ചെയ്യാൻ തോന്നുന്നു. എന്താ കാര്യം? അതെന്താ അങ്ങനെ തോന്നാൻ കാര്യം? അവരെ നമ്മൾ ഉടനെ അങ്ങ് മാറ്റി നിർത്തുക. ചിലരെ കാണുമ്പോൾ നമുക്ക് ഹൃദ്യമായ ചിരി വരും, ചിലരെ കാണുമ്പം ഉള്ള ചിരിയും കൂടെ പോകും. അതെന്താ വരുന്നത്? ഹൃദയത്തിൽ ഒരു വേലി കെട്ടി വെച്ചിരിക്കുക. ആ വേലി അഴിക്കാൻ പറ്റുന്ന സന്ദർഭത്തിന്റെ പേരാണ് ഫോർഗീവ്നെസ്. അതിലേക്ക് നമ്മളെ ഒരുക്കാൻ, നമ്മളെ കൃത്യമായി കഴുകി വെടിപ്പാക്കുന്ന കൂദാശയുടെ പേരാണ് Holy Confession. Second one, it makes reconciliation.
നിരപ്പാകാൻ പറ്റും. ശരിയാണോ തെറ്റാണോ? നമ്മള് ചിലരെ കുറിച്ചൊക്കെ ചില കാര്യങ്ങൾ ഇന്റർപ്രിട്ടേഷൻ ചെയ്തു വെച്ചേക്കും. ശരിയാണോ? ഞാൻ 13 വർഷം ഷമാച്ചനായിരുന്നു. അതിനുശേഷം 16 വർഷം ഇപ്പൊ അച്ഛനുമായി. അങ്ങനെ മൊത്തം എത്ര വർഷമായത് പിന്നെ നിങ്ങൾ കണക്കൂട്ടി എടുത്താൽ മതി. ഈ 13 വർഷം ഷമാച്ചനായിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഞാൻ പോയത് ഗൾഫിലാണ്. അങ്ങനെ ഗൾഫിൽ വെച്ച് പരിചയപ്പെട്ട ധാരാളം പേര് ഇപ്പൊ എന്റെ മുമ്പിൽ ഇരിപ്പുണ്ടതാനും അവരെയൊക്കെ ഇവിടെ വെച്ച് വീണ്ടും പരിചയപ്പെടാൻ പറ്റും. ഒരിക്കൽ ഞാനൊരു 9 വർഷമൊക്കെ കഴിഞ്ഞ സന്ദർഭത്തിലാണ് ഒരു ഗൾഫിലെ ഒരു രാജ്യത്ത് ചെന്ന് പ്രസംഗിച്ചു. പ്രസംഗം കഴിഞ്ഞ് പുറത്തിറങ്ങി വന്നപ്പോൾ എന്റെ ബ്രദറും ആ സ്ഥലത്തുണ്ടായിരുന്നു. അപ്പൊ അവനോട് ചിലർ ചോദിച്ചു, തന്റെ ചേട്ടനെ എന്താ പട്ടം കൊടുക്കാത്തത്? 2 ചോദ്യം അവിടെ വന്നു. തോറ്റതാണോ? ഒരു ചോദ്യം, അത് പിന്നെ സഹിക്കാം. രണ്ടാമത്, ബാവ എന്തെങ്കിലും പറഞ്ഞ് ശിക്ഷണ നടപടി നടത്തി വെച്ചേക്കുവാണ്. അപ്പൊ അവിടെ സംസാരിച്ച് അവരങ്ങ് തീരുമാനിച്ചു ഇവൻ തോറ്റുപോയി. രണ്ടാമത് എന്തോ ഒരു ശിക്ഷണ നടപടിയില്ല. ഇത് രണ്ടിലും ഞാൻ പെട്ടിട്ടില്ല ഇതേവരെ. പക്ഷെ തോറ്റിട്ടൊക്കെ ഉണ്ട്, പക്ഷെ ക്ഷമാചനായപ്പോ തോറ്റിട്ടില്ല. ഇങ്ങനെ പോയി അവരുടെ മനസ്സിൽ നിന്ന് പോകാൻ പറ്റാത്തപ്പം എന്റെ അനുജൻ അവിടെ നിന്ന് മാറിപ്പോയി. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ്. പക്ഷെ ഈ മനുഷ്യര് പലരോടും ഇത് പറഞ്ഞു പരത്തിയിട്ടുണ്ട്. ഞാൻ അമേരിക്ക വന്നപ്പോഴും ഒരാളെന്നെ കണ്ടപ്പോ ആദ്യം ചോദിച്ചിരുന്നത്, ആ രാജ്യത്ത് നിന്ന് വന്നാണോ? പരീക്ഷ ജയിച്ചായിരുന്നു. ഇത്ര നാളും എന്നെ കുറിച്ച് എന്തോ കരുതി വെച്ചോണ്ടിരുന്നേ. ഇവൻ തോറ്റു. ഇറ്റ് മേക്സ് എ ഹേറ്റഡ് ഫീലിംഗ്. ശരിയല്ലേ? അതിന് പകരം നമ്മൾ ഈ ചില കാര്യങ്ങൾ അങ്ങ് ഒഴിച്ചു വിട്ടാലോ? നമുക്ക് മീഡിയയിൽ കൂടെ വരുന്ന കാര്യം ഇഷ്ടമുള്ളതും കാണും, ഇഷ്ടമല്ലാത്തതും കാണും. നമ്മൾ ഏതിന്റെ പുറകിലാണ് കൂടുതൽ പോകുന്നത്? ഇഷ്ടമില്ലാത്തതിന്റെ പുറകിൽ നമ്മൾ ഇങ്ങനെ കുറച്ചൊക്കെ സമയം എടുത്ത് അതിനെക്കുറിച്ച് വീണ്ടും ഡിഗ് ചെയ്ത് നമ്മുടെ ഉള്ള സമയവും പോയി, ഉള്ള ആയുസ്സും പോയി, ഉള്ള എനർജിയും കളഞ്ഞു. ആ വീടിന്റെ ബാലൻസ് പോലും നമ്മൾ തെറ്റിക്കുക. If you are conducting or receiving something connected with holy confession, you have to do something connected with reconciliation. നമുക്ക് പൊറുക്കാൻ പറ്റണം. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സഹായിച്ചവര് കാണും, നമ്മൾ സഹായിച്ചവര് കാണും. പക്ഷെ നമ്മൾ സഹായിച്ചവരെല്ലാം നമുക്ക് തിരിച്ച് സഹായം ചെയ്തിട്ടുണ്ട്. നമ്മൾ പക്ഷേ ഇത് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞാനായിരുന്നു ഗ്രീൻ കാർഡിന് ആദ്യം ഒപ്പിട്ട് കൊടുത്തത്. പലരെ കുറിച്ച് നമ്മൾ ചിന്തിന്നിട്ട് അവൻ ഇവിടെ വന്നിട്ട് ഇതുവരെ എന്റെ വീട്ടിൽ വന്നിട്ടില്ല. ഞാനാണ് ആദ്യം സിം കാർഡ് വാങ്ങിച്ചു കൊടുത്തത്. ഇപ്പോഴും അതിന്റെ പേയ്മെന്റ് അവൻ നടത്തിയിട്ടില്ല. ഞാനാണ് ആദ്യം നാട്ടിൽ നിന്ന് കയറുമ്പം ഒരു പെട്ടി വാങ്ങിച്ചു കൊടുത്തത്. അവന്റെ പെട്ടി പോയിട്ടൊരു സഞ്ചി പോലും ഇല്ലായിരുന്നു, ഞാൻ വാങ്ങിച്ചു കൊടുത്തു. അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനാണ് ട്യൂഷൻ ഫീസ് കൊടുത്തത്. ഇങ്ങനെ കണക്കുകൾ ഒത്തിരി നമ്മുടെ ഇല്ലേ? ഇല്ല. ആദ്യം വന്നപ്പോ ഞാനാണ് കറിച്ചട്ടി കൊടുത്തത്. ഞാൻ അടുത്ത സമയത്ത് കൗൺസിലിംഗ് കേട്ടതാണ്. ഒരു കറിച്ചട്ടി വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്തതിന്റെ കഥയും പറഞ്ഞുകൊണ്ട് അവരോട് മിണ്ടാതിരുന്ന ഒരു മനുഷ്യനെ ഞാൻ പരിചയപ്പെടേണ്ടി വന്നു. വെറും ഒരു മൺചട്ടി. അപ്പൊ അത്ര ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ ഒന്ന് മാറ്റി നമുക്കൊന്ന് ഹൃദയം തുറന്നാകാൻ കിട്ടുന്ന ഒരു ജസ്റ്റ് ഒരു നല്ലൊരു മെഡിക്കേഷൻ പ്രോസസ് ആണ് ഈ കൺഫെഷൻ. ദെൻ കോൺഷ്യൻസ് എന്ന് പറഞ്ഞാൽ confession helps believers from a better conscience and fight against evil tendencies. നമുക്കൊരു മനസാക്ഷിയുണ്ട്. ഇച്ചിരി മുമ്പേ ഇവിടെ ജപ്പടി നടത്തിയ ആള് രണ്ടൊന്ന് കമന്റ് പറയുന്നുണ്ട്, ഡിപ്പെൻഡ്സ് ഓൺ യുവർ കോൺഷ്യൻസ്. എന്തോ പറഞ്ഞു, നിങ്ങളുടെ മനസാക്ഷിക്ക് വിട്ടുതരിക. നമുക്ക് ഗൂഗിളിൽ ചെക്ക് ചെയ്യാം എങ്ങനെ വേണേലും, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ചാറ്റ് ജിപിക്കകത്ത് ഇട്ട് കൊടുക്കാം. എല്ലാ ആൻസറും അത് പറഞ്ഞു തരും. പക്ഷെ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു, നിങ്ങളുടെ മനസാക്ഷിക്ക് അനുസരിച്ച് ചെയ്യാൻ. ഈ മനസാക്ഷിക്ക് അനുസരിച്ചാണ് നമ്മളെല്ലാം ചെയ്യുന്നത്? അല്ല. പിന്നെന്താ നമ്മൾ പലതും ചെയ്യാനുള്ള കാരണം? ഒരു പ്രഷർ ഉണ്ടാകും. ചെയ്തില്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകും. ചിലപ്പോൾ ഒരു കോൺഫറൻസ് അല്ലെ ഒരു റിസപ്ഷന് ചെല്ലുമ്പോൾ ഒരു കോർണറിൽ കുറച്ച് കളറുള്ള വെള്ളം വെച്ചേക്കുക. എനിക്കൊരവസ്ഥ പറ്റി. ഞാനൊരു കല്യാണത്തിന് ചെന്നു. കൃഷ്ണൻ നടന്നതാ. വേണം നിങ്ങൾക്ക് റെഫറൻസ് എടുത്താൽ വ്യക്തമായ തെളിവും അതിന്റെ ഫോട്ടോ വരെ ആൾക്കാരുടെ കയ്യിലുണ്ട്. ഞാൻ ചെന്നപ്പം അച്ഛന്മാർക്കെല്ലാം ഒരു ടേബിള്, അച്ഛന്മാരുടെ കൊച്ചമ്മമാര്, അവരുടെ പിള്ളേര്, ഞാനും എനിക്കും അവിടെ സീറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ചെന്നപ്പം അച്ഛന്മാരുണ്ട്, കൊച്ചമ്മമാരുണ്ട്. ഇനി അവരെ വിളിച്ചു പറയരുത്, അച്ഛനെ ഒറ്റപ്പെടുത്തിയൊന്നും പറയരുത്, അങ്ങനൊന്നും അല്ല. ആ പിള്ളേരുടെ കൂട്ടുകാരും കൂടെ വന്ന് അവിടെ ഇരുന്നു. അപ്പൊ കഷ്ടകാലത്തിന് എന്റെ സീറ്റും കൂടെ കട്ടായി പോയി. ഞാനവിടെ ചെന്നിങ്ങനെ വിശന്നനായിട്ടൊക്കെ നോക്കി. ഒന്നും പറ്റത്തില്ല. പ്രോഗ്രാം തുടങ്ങുകയും ചെയ്തു. പള്ളി സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് ചെന്നേ. കുറച്ചുകൂടെ കഴിഞ്ഞ് മുമ്പോട്ട് പോയി ഒന്നും പറ്റിയില്ല. അവസാനം ഒരു സീറ്റ് വേക്കന്റ് ആണെന്ന് ഒരാൾ എനിക്കൊരു ടെക്സ്റ്റ് ചെയ്തു. ഞാൻ ഒരാൾക്ക് ടെക്സ്റ്റ് ചെയ്തു, എവിടെയെങ്കിലും സീറ്റ് വേക്കന്റ് ഉണ്ടെങ്കിൽ എനിക്കൊരെണ്ണം വേണം. പോകാന്ന് പറയുന്നത് പിന്നെ പറയാം, അച്ഛൻ പെണ്ണുങ്ങി പോയതാണ്, അച്ഛൻ പണ്ടേ അങ്ങനെയാണ്, കണ്ടപ്പോഴേ എനിക്കറിയാം, എനിക്ക് ചെറുപ്പം മുതലേ പുള്ളി അറിയാം,
100 കമന്റ് കേൾക്കണമെന്ന് പേടിച്ച് ഞാനൊരു റിക്വസ്റ്റ് കൊടുത്തു. എനിക്ക് മറുപടി കിട്ടി, വരാൻ പറഞ്ഞു. ചെന്ന് പോയത് എവിടെന്നറിയോ? ഈ കളർ വെള്ളം വെച്ചേക്കുന്ന കോർണറിന്റെ മുമ്പിലത്തെ സീറ്റാണ്. അപ്പൊ അവിടെ ഇരുന്ന് രണ്ടും എന്റെ അച്ഛ, ഇതിലും നല്ലത് അച്ഛൻ വരാതിരിക്കുന്നില്ല. എന്തായിരിക്കും അങ്ങനെ പറഞ്ഞത്? ഞങ്ങളുടെ ഉള്ള ഓപ്പർച്യൂണിറ്റി കൂടെ അച്ഛൻ മുഖാന്തരം അതിനെ നിങ്ങളെ ഞങ്ങൾ ആ കോർണറിൽ ഇരുത്തിയത്, ഞങ്ങൾ ഈ കോർണറിൽ ഇരുന്നത്. സരസമായിട്ട് നല്ല സ്നേഹിതർ ഇത് പറഞ്ഞ, പക്ഷേ അവരൊക്കെ പറഞ്ഞങ്ങ് തീർത്തു. ഇറങ്ങി 2 ദിവസം കഴിഞ്ഞപ്പം ഞാനൊരു നല്ല സ്നേഹിതനെ കണ്ടു, ഒരു ഫാമിലിയാ. അവർ രണ്ടും കൂടെ പറഞ്ഞെന്തെന്നറിയോ? അച്ഛൻ കുടിക്കുന്ന സ്ഥലത്ത് ഇരിക്കുന്ന ഞങ്ങൾ കണ്ടു. അപ്പൊ അവര് കല്യാണത്തിൽ കിട്ടിയ ആകെ തുക എന്തുവാ? ഐസക് അച്ഛൻ ഇറ്റ് ഈസ് സംതിങ് കണക്റ്റഡ് വിത്ത് ഡ്രിങ്കിങ്. ഇതാണ് അവരുടെ മനസ്സിൽ കയറി. ഞാൻ എങ്ങനെയാ പോയെന്നും അവിടെ എന്താ ഇരുന്നേന്നും. ഹൃദയം തുറന്നവരൊക്കെ എന്നോട് ഹൃദയപൂർവ്വം സംസാരിച്ചു. പക്ഷെ മിണ്ടാതിരുന്നവരെന്തുവായിരുന്നു? അതുകൊണ്ടാ ചിലപ്പോ പറയുന്നത് മിണ്ടാപൂച്ച. അത് നമുക്കറിയാം, കാലം ഉടയ്ക്കും. ഇതുപോലെ ചെയ്യാറുണ്ട്. ഫൈനലി സ്പിരിച്വൽ റിന്യൂവൽ വി ആർ ഗെറ്റിംഗ് ത്രൂ എ ക്ലെൻലിനെസ്. നമുക്ക് വസ്ത്രം കഴുകണമെന്നുള്ള തോന്നലുണ്ട്, ഷവർ എടുക്കണമെന്നുള്ള തോന്നലുണ്ട്, ഇടയ്ക്കിടയ്ക്കൊക്കെ ഡിയോഡറന്റ് ഉപയോഗിക്കണമെന്നുള്ള തോന്നലുണ്ട്, ഫ്രഷ്നെസ് കിട്ടാൻ വേണ്ടി എന്തൊക്കെ സൊല്യൂഷൻസ് ഉണ്ടോ അതെല്ലാം നമ്മുടെ ഇവിടുത്തെ എല്ലാ സെക്ടറിലും ഇതെല്ലാം കിട്ടും. പക്ഷെ ആർ യു കൺസേൺഡ് അബൌട്ട് യുവർ റിന്യൂവൽ ഓഫ് സ്പിരിച്വാലിറ്റി? അതിനുവേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു സമയമാണ് കൺഫെഷൻ. ആ അർത്ഥത്തിൽ അതിനെ എടുത്താൽ നമ്മളിവിടെ മുട്ടുകുത്തുമ്പോൾ അവിടെ സാമച്ചനും ജോഷുവാച്ചനും ഐസകച്ചനും ഒന്നും ഇരിക്കുന്നത്. വി ആർ ജസ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ റിയൽ പ്രസൻസ് ഓഫ് ഗോഡ്. Then we can share something. We can share something and we will receive something. ഞാൻ അവസാനിപ്പിക്കുന്നു. ഒത്തിരി പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും തുടർന്നുള്ള സമയം സന്ധ്യാപ്രാർത്ഥനയ്ക്കും അതിനുശേഷം നമ്മളൊരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു പ്രത്യേക കാറ്റഗറി ഓഫ് പ്രെയർ, അതിനിട്ടേക്കുന്ന പേര് ഗ്രിഗോറിയൻ ചാൻഡിങ്, ഗ്രിഗോറിയൻ പ്രെയർ എന്ന് നിങ്ങൾ പേരിട്ടിട്ടുണ്ട്. വന്യനായ റംബാച്ചൻ നിങ്ങളെ അത് പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യത്തിലൂടെ we all are traveling towards the throne of God as a pilgrim. ഒരു തീർത്ഥാടകനായി നടന്നു പോവുകയാണ്. അങ്ങ് തീർത്ഥാടനത്തിന് പോകുമ്പോൾ നമ്മുടെ ലാംഗ്വേജ് വ്യത്യാസമാണ്, നമ്മുടെ മുഖഭാവം വ്യത്യാസമാണ്, നമ്മുടെ നടത്തത്തിന്റെ വേഗത വ്യത്യാസമാണ്. സിമ്പിൾ എക്സാമ്പിൾ, കുർബാന റിസീവ് ചെയ്യാൻ നിങ്ങൾ വരുമ്പം നടക്കുന്നത് എങ്ങനെയാണ്? അത് ദൂരെ നിന്ന് കർത്താവ് കണ്ടായിരിക്കും മാലാക നടന്നു വരും. ഇതേ മാലാക കുർബാന കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി പോകുമ്പോഴും ഇവിടുന്ന് ആ റിക്രിയേഷൻ സെന്ററിലോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഹാളിലോട്ട് പോകുമ്പോൾ നമ്മുടെ നടത്തേക്ക് മാറ്റമുണ്ടോ? മാറ്റമുണ്ട്. അകത്ത് കേട്ടതെല്ലാം കർത്താവിന്റെ കാര്യമായിരുന്നു. പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അച്ഛന്റെ പ്രസംഗം അല്പം നീണ്ടുപോയി. നമ്മൾ എന്ത് പറയും? ഇതെന്തോ പോക്കായിരുന്നു, ഇതെവിടെ തീരാനായിരുന്നു? നമ്മുടെ അതുവരെയുള്ള റിന്യൂവൽ നഷ്ടപ്പെടുത്തുകയാണ്. പക്ഷേ നമ്മൾ എത്രയോ സമയം ഏത് സാധനത്തിന്റെ സാധനം ഓർമ്മയുണ്ടോ? ഈ മൊബൈലിന്റെ മുമ്പിൽ നമ്മൾ എത്ര മണിക്കൂർ ചെലവഴിക്കും? വല്ല ബോറടി ഉണ്ടോ? ബൈബിൾ പറിച്ചു നോക്കുമ്പോഴും ഒരു നാൾ ഞാൻ വായിച്ചില്ലേ, നാളെ വായിക്കുന്ന വേദഭാഗം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷവും ഈ അച്ഛൻ ഇത് തന്നെയല്ലേ വായിച്ചത്? കുരുടന്റെ കാര്യം, കുരുടനെയൊക്കെ വിട്ടുകൂടെയില്ലേ? കുറച്ചു നാളായില്ലേ? കുഷ്ഠരോഗി ഒന്ന് വിട്ടുപിടിച്ചൂടെ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ നമുക്ക് ചില ഇന്റൻഷൻസ് ഉണ്ട്, ചില പ്രയോറിറ്റീസ് ഉണ്ട്. അവിടെയെല്ലാം നമ്മൾ കോംപ്രമൈസ് ചെയ്യും. നമുക്ക് ഇഷ്ടമില്ലാത്ത വിഷയങ്ങളിലൊക്കെ നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റും. സോ വി ആർ ഇന്റൻഷനലി surrendering in front of the throne. That makes the spiritual renewal.